വേടനെതിരെയുള്ള മീടു വിവാദത്തിൽ ഞങ്ങളുടെ അഭിപ്രായം എന്താണെന്നറിയാൻ ആഗ്രഹമുണ്ടെന്ന് ചിലർ കമന്റ് ചെയ്തിരുന്നു. ഒരുപാട് മെസ്സേജുകളും വന്നിരുന്നു. തെറ്റ് ചെയ്തത് ആര് തന്നെയായാലും തെറ്റ് തെറ്റാകാതിരിക്കില്ല. അതിപ്പോൾ സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിലും, നാട് ഭരിക്കുന്ന നേതാക്കളാണെങ്കിലും, വലിയ സെലിബ്രിറ്റികളാണെങ്കിലും, അതല്ല ഒപ്രസ്ഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി കഥകളും കവിതകളും എഴുതുന്നവരാണെങ്കിലും, പാട്ടുകൾ പാടുന്നവരാണെങ്കിലും, അങ്ങനെ ആരാണെങ്കിലും അതിലൊരു മാറ്റവുമില്ല. വേടന്റെ കാര്യത്തിൽ വേടൻ മാപ്പ് പറഞ്ഞതുകൊണ്ട് അയാൾ ചെയ്ത തെറ്റ് നിസാരവൽക്കരിക്കുന്നത് ശരിയാണോ എന്നതാണ് അടുത്ത ചോദ്യം. തെറ്റിന്റെ തീവ്രതയ്ക്കനുസരിച്ചാണ് മാപ്പ് ചോദിക്കുന്നതിന്റെ എഫക്റ്റ് എന്നാണ് തോന്നിയിട്ടുള്ളത്. ഉദാഹരണത്തിന്, സംസാരിക്കുന്നതിനിടയിൽ ഒരാൾ ഒരു സ്ത്രീവിരുദ്ധ പ്രയോഗം നടത്തിയെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ അധിക്ഷേപിച്ച് സംസാരിച്ചു എന്ന് കരുതുക. അത് തെറ്റാണെന്ന് ആളുകൾ ചൂണ്ടിക്കാണിച്ച ഉടനെ അയാൾ അത് തിരിച്ചറിഞ്ഞ് മാപ്പ് പറഞ്ഞെങ്കിൽ, പിന്നീട് അത് ആവർത്തിക്കുന്നില്ലെങ്കിൽ അയാളുടെ മാപ്പ് പരിഗണിക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളെല്ലാവരും പലതരം കണ്ടീഷനിങ്ങിന് വിധേയരായിട്ടുള്ളവരാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റ് മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കി നമുക്ക് ഇവോൾവ് ചെയ്യാൻ കഴിയുക. എന്നാൽ മറ്റൊരാളെ മാനസികമായോ ശാരീരികമായോ ഉപദ്രവിച്ചതിന് ശേഷം മാപ്പ് പറഞ്ഞാൽ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ബാധിക്കപ്പെട്ടയാൾ മാത്രമാണ്. കാരണം അയാളുടെ പ്രവൃത്തി കാരണം വേദന അനുഭവിച്ചത് അവരാണ്. ഇനി വേടന്റെ മാപ്പ് പോസ്റ്റിലേക്ക് വന്നാൽ അത് ജനറൽ ആയിട്ടുള്ള ഒരു മാപ്പ് പറച്ചിലാണ്. തെറ്റ് ചെയ്തിട്ടും പലതരം പ്രിവിലേജസ് ഉള്ളത് കൊണ്ട് എനിക്ക് മാപ്പൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളെക്കാൾ ഒരു പൊടിക്ക് ഭേദമാണെന്നതിലപ്പുറം അതിൽ മഹത്വവൽക്കരിക്കേണ്ട ഒന്നുമില്ല എന്നാണ് തോന്നുന്നത്. ഈ ജനറൽ ആയിട്ടുള്ള മാപ്പ് പറച്ചിലിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നത് അദ്ദേഹം കാരണം വേദന അനുഭവിക്കേണ്ടി വന്നവരോട് അദ്ദേഹം വ്യക്തിപരമായി മാപ്പ് പറഞ്ഞോ എന്നതാണ്. അങ്ങനെ ചെയ്താലും ബാധിക്കപ്പെട്ടവർ ഇദ്ദേഹത്തോട് ക്ഷമിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് തെറ്റ് ചെയ്തയാൾ അത് തിരിച്ചറിയുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. അങ്ങനെ മാപ്പ് പറയുമ്പോൾ അതെങ്ങനെ സ്വീകരിക്കണം എന്നതൊക്കെ ബാധിക്കപ്പെട്ടവരുടെ അവകാശമാണ്. ഇനി ബാധിക്കപ്പെട്ടവർക്ക് മാപ്പ് കൊടുക്കാൻ തോന്നിയാൽ പോലും അയാൾക്ക് നിയമപരമായുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണോ വേണ്ടയോ എന്നത് ഇതിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായ മറ്റൊരു കാര്യമാണ്. സ്വാഭാവികമായും നമുക്കിഷ്ടപ്പെടുന്ന ഒരാൾ ഒരു തെറ്റ് ചെയ്തതിന് ശേഷം മാപ്പ് പറയുമ്പോൾ അയാളുടെ ആ തെറ്റ് മറക്കാനും അയാളോട് അനുഭാവം പ്രകടിപ്പിക്കാനും നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അയാളുടെ തെറ്റിന്റെ തീവ്രതയ്ക്കനുസരിച്ച് വിവേകപൂർവ്വം പെരുമാറണം എന്നതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ചെറിയ തെറ്റ് പറ്റി അത് തിരിച്ചറിഞ്ഞ് മാപ്പ് പറഞ്ഞാൽ അയാളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. എന്നാൽ സെക്ഷൽ അബ്യൂസ് പോലുള്ള ഒരു വലിയ തെറ്റാകുമ്പോൾ, അയാളുടെ പ്രവൃത്തി കാരണം ബാധിക്കപ്പെട്ടവർക്ക് ഇപ്പോഴും നീതി കിട്ടാത്ത ഒരു അവസ്ഥയാകുമ്പോൾ അയാളുടെ ഒരു മാപ്പ് കൊണ്ട് മാത്രം അയാളുടെ തെറ്റ് മറന്ന് സപ്പോർട്ട് ചെയ്താൽ അത് ബാധിക്കപ്പെട്ടവരെ പരിഗണിക്കാത്തതിന് തുല്യമാകും. മറ്റൊരു കാര്യം, ഒരാൾക്കെതിരെ മീടു ആരോപണം ഉണ്ടാകുമ്പോൾ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ സ്ലട്ട് ഷെയിം ചെയ്യുന്നതോ വിക്ടിം ബ്ലെയിം ചെയ്യുന്നതോ ശരിയല്ല. അതേപോലെ ആരോപണം ഉന്നയിച്ച ഉടനെ ആരോപിക്കപ്പെട്ടയാളെ പ്രതിയായി കാണുന്നതും ശരിയല്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു സപ്പോർട്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ സിസ്റ്റത്തിന് കഴിയണം. വേടന്റെ വിഷയം കൂടുതൽ വായിച്ചപ്പോൾ മനസ്സിലായത് ആരോപണം ഉന്നയിച്ചവർക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം തുടക്കത്തിൽ കിട്ടിയില്ല എന്നതാണ്. ഇത് നമ്മുടെ സമൂഹത്തിൽ ആവർത്തിച്ച് നടക്കുന്ന ഒരു കാര്യമാണ്. അതിന് മാറ്റം വരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ബാധിക്കപ്പെട്ടവർക്ക് മുന്നോട്ട് വരാൻ കഴിയാത്ത നിലവിലുള്ള സാഹചര്യം ഇതേപോലെ തുടരും. ഇനി പാർവതി വേടന്റെ ആ പോസ്റ്റിന് ലൈക്ക് ഇട്ടതിനെ കുറിച്ച് രണ്ട് തരം ആളുകളാണ് ആ ലൈക്ക് ഇട്ടതിനെ വിമർശിക്കുന്നവർ. പാർവതിയെ പോലെ ഫെമിനിസം സംസാരിക്കുന്ന ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളുടെ ലൈക്ക് ഒരു മാപ്പിലൂടെ മാത്രം വേടന്റെ തെറ്റിനെ നിസാരവൽക്കരിക്കുന്നതിലേക്കും ബാധിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങളെ താഴ്ത്തിക്കെട്ടുന്നതിലേക്കും നയിച്ചേക്കാമെന്ന് കരുതി വിമർശിക്കുന്നവരാണ് ആദ്യത്തെ കൂട്ടർ. ആ വിമർശനം ന്യായമായ ഒരു കാര്യമാണ്. അതുകൊണ്ടുകൂടിയാണെന്ന് തോന്നുന്നു പാർവതി ഉടനെ തന്നെ ലൈക്ക് പിൻവലിച്ച് മാപ്പ് പറഞ്ഞത്. എന്നാൽ രണ്ടാമത്തെ കൂട്ടർ കസബ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കാനായി ഉന്നം വെച്ച് കാത്തിരിക്കുന്നവരാണ്. അവർ മനസ്സിലാക്കേണ്ട കാര്യം, പാർവതി ലൈക്ക് ഇട്ടാലും ഇല്ലെങ്കിലും കസബയിലെ ആ സീൻ സ്ത്രീവിരുദ്ധമാണ്, കബീർ സിംഗ് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധത നിറഞ്ഞ സിനിമയാണ് എന്നതൊന്നും മാറാൻ പോകുന്നില്ല എന്നതാണ്. അതുകൊണ്ട് ഇതിനിടയ്ക്ക് സ്ത്രീവിരുദ്ധതയെ ന്യായീകരിക്കാൻ നിൽക്കരുത്, അപഹാസ്യമാണത്. ഈ വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.